നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയുടെയും സംഘപരിവാറിന്റെയും ആവശ്യം മതരാഷ്ട്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. മതനിരപേക്ഷതയ്ക്ക് എന്തെല്ലാം പോറ് ഏൽപ്പിക്കാമോ അതെല്ലാമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. സംഘപരിവാർ ശ്രമിക്കുന്നത് ഭരണഘടന തകർക്കാനാണെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഭൂരിപക്ഷ വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണ്. ഒരു ഭാഗം ന്യൂനപക്ഷം ഭൂരിപക്ഷ വർഗീയതയെ പോലെ ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്നു. അത് ആത്മഹത്യാപരമാണ്. വർഗീയതയ്ക്ക് വർഗീയത അല്ല മറുപടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറെ ക്രൂരമായി അപഹസിച്ചു. ഭരണഘടനയെ തുടക്കം മുതലേ RSS തള്ളിപ്പറഞ്ഞു. അവരുടെ ആവശ്യം എന്നത് മനുസ്മൃതി ഭരണഘടന ആക്കുക എന്നതാണെന്ന് പിണറായി വിജയൻ പരിഹസിച്ചു. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. സംഘപരിവാറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ വേട്ട നടത്തുന്നവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു. വീടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കുന്നു. അവസാനം സംഘപരിവാറിന്റെ ഇത്തരം പ്രവർത്തികളിൽ സഹികെട്ട് സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വരുന്നു. എന്നിട്ടും സംഘപരിവാർ അത് ആവർത്തിക്കുകയാണ്. സുപ്രീം കോടതിയിൽ അക്രമങ്ങളിൽ ന്യായങ്ങൾ നിരത്തി സമർത്ഥിക്കുകയാണ് സംഘപരിവാർ. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ സംഘപരിവാർ ആക്രമണം നടത്തുന്നു. സ്കൂളുകൾക്കെതിരെ പോലും ഇത്തരം ആക്രമണങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ആരാധനാലയങ്ങളെ കൈവശപ്പെടുത്തുവാനും സംഘപരിവാർ ശ്രമിക്കുന്നുണ്ട്. മരത്തിൽ കെട്ടിയിട്ട് തല്ലുന്ന സാഹചര്യം രാജ്യത്ത് ഉണ്ടായി. രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ കലാപവും ലഹളയും ഉണ്ടാകുമെന്നും സംഘപരിവാർ ആഗ്രഹിക്കുന്നു. രാജ്യത്ത് നടക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്. ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന BJPക്കും കോൺഗ്രസിനും ഒരേ സാമ്പത്തിക നയമാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംഘപരിവാർ ഭരണത്തിൽ മൃഗീയത മനുഷ്യഭാവമാക്കുകയാണ് ചെയ്യുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഇക്കാര്യം വ്യക്തമാക്കി. RSSന്റെ തീവ്ര വർഗീയതയെ മുറിച്ചു കടക്കൽ അതിപ്രധാനമാണ്. ഇതിനുള്ള ശ്രമങ്ങളാണ് CPM നടത്തുന്നത്. ഒരു പള്ളിയിൽ നിന്ന് തുടങ്ങി 3-ലെത്തി 30 കുറിച്ച് പറഞ്ഞ് 30,000 പള്ളികൾ പൊളിക്കുന്ന അജണ്ടയുമായി സംഘപരിവാർ മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ നാടിനെ തകർക്കുന്നു. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും മോശപ്പെട്ട ശക്തികളെ വരെ കൂട്ടുപിടിച്ചു. കേരളത്തിന്റെ പുരോഗമന അടിത്തറ തകർക്കുക എന്ന രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുകയാണ്. സംഘപരിവാറിനെ ഉള്ളിലൂടെ പരിലാളിക്കുന്ന അധികാരം കിട്ടാൻ ഏത് വർഗീയമായും സന്ധി ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം തെളിയിക്കുന്നത്. ഇതിനെ കേരളത്തിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കളവ് പ്രചരിപ്പിക്കുകയാണെന്നും വിജയരാഘവൻ വ്യക്തമാക്കി.